എബ്രായർക്ക് എഴുതിയ ലേഖനം 10:23. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നാം എന്ത് ഏറ്റുപറയുന്നു എന്നത് നമ്മുടെ വിധി നിർണ്ണയിക്കാൻ മതിയായതാണ്. ഏറ്റുപറച്ചിലിന് 2 മേഖലകളുണ്ട്. വിശ്വസിക്കുന്നത് ഏറ്റുപറയാം, വിശ്വസിക്കാതെയും ഏറ്റുപറയാം. ആദ്യത്തേത് വളരെ ശക്തമാണ്, ചിലപ്പോൾ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും വിധം ശക്തം. രണ്ടാമത്തേത് ന്യായവിധിക്ക് കാരണമാകുന്നതുമാണ്. തെറ്റായ ഏറ്റുപറച്ചിൽ പറയുന്നയാളെ മാത്രമല്ല, മറ്റു പലരെയും അപകടത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട്. കോടതികളിൽ സാക്ഷിമൊഴികൾ പലരുടെയും വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. കള്ളസാക്ഷികൾ പലരെയും തെറ്റായ വിധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ തള്ളിപ്പറയാതെ അതിൽ നിലനിൽക്കുക എന്നാണ് അർത്ഥം. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അറിവുകൾ, ധാരണകൾ മാറിയെന്നിരിക്കും. ഒരിക്കൽ ശരിയെന്ന് കരുതിയിരുന്നത് പിൽക്കാലത്ത് തെറ്റാണെന്നോ വ്യത്യാസമെന്നോ ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അചഞ്ചലമാണ്. അതെല്ലാ കാലത്തും മാറ്റമില്ലാതെ നിലകൊള്ളേണ്ടതാണ്. കാരണം യേശുക്രിസ്തു അനന്യനാണ്. അവിടുത്തെ രക്ഷാപ്രവൃത്തി ഒരു കാലത്തും മാറുന്നില്ല. അതിനോട് കൂട്ടിച്ചേർക്കാൻ യാതൊന്നുമില്ല. ആകയാൽ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിനും ഒരു കാലത്തും മാറ്റം വരാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ സ്വീകാരത്തിന് മാറ്റം വരാത്തിടത്തോളം ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കും. ദൈവം എല്ലായ്പ്പോഴും വിശ്വസ്തനാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ വിശ്വാസം തള്ളുന്നതോ അവിശ്വാസമോ ഒക്കെയാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിക്കാൻ കഴിയാതെ പോകാൻ കാരണം. ഇസ്രായേൽ ജനം വാഗ്ദത്തം കേട്ടും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിട്ടും അവർക്ക് വാഗ്ദത്തമായ കനാൻ ദേശം കാണാൻ കഴിയാത്തത് അവരുടെ അവിശ്വാസവും അനുസരണക്കേടും നിമിത്തമായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദത്തം അവരുടെ മക്കളോട് നിവർത്തിച്ചു. ക്രിസ്തുവിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്വീകാരം മുറുകെ പിടിച്ച് നാം വാഗ്ദത്തം പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.